കാലിക്കറ്റ് ഫ്ലേവേഴ്സിൻ്റെ ഇന്നത്തെ ഫ്ലേവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെമ്മീൻ ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പിന്നെ നമ്മൾ കണ്ണച്ചപ്പത്തിരിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാം. ഇത് സാധാരണ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കൽ. ഇന്ന് ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലും ഉണ്ടാക്കാം. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ആദ്യം ഞാൻ ഉള്ളി, ഒരു ചെറിയ പീസ് ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളി. ഞാനിപ്പോൾ 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പില, പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ നമ്മൾ മസാല 2 ടീസ്പൂൺ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കണ മസാല ആണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായി അമർത്തി കുഴച്ചെടുക്കണം. പിന്നെ നമ്മൾ കറി മസാല ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നമ്മൾ ചിക്കൻ കറിക്കും ബീഫ് കറിക്കും പിന്നെ ഫിഷ് കറിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മസാല ആണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം അതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ സമയം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ക്യൂബ്സായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുവരെ ചെയ്തിട്ട് കുക്കറിൽ 1 വിസിൽ ചെയ്യാം. ചെമ്മീൻ ലാസ്റ്റ് ചേർത്താലും മതി. ഞാനിപ്പോൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് കഴുകിയ ചെമ്മീനാണ്. അതിൻ്റെ ഉള്ളിലെ വെയിനൊക്കെ കളയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇനി 1 കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം. ചെമ്മീൻ വേണമെങ്കിൽ ലാസ്റ്റും ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ശരിക്കും 2 മിനിറ്റ് കുക്കായി അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പക്ഷെ ഞാനിപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതിലേക്കൊരു 4-5 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചിട്ട് പച്ചമുളക് അധികം ചേർക്കുന്നത്. പിന്നെ എരിവും പുളിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇത് നന്നായി തിളച്ച് വേവണം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് എടുക്കും ഈ പൊട്ടാറ്റോ ഒക്കെ നന്നായി വേവാൻ. ആ സമയം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഒരു 3/4 കപ്പ് തേങ്ങ, 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതാ പൊട്ടാറ്റോ ഒക്കെ ഇതുപോലെ വേവണം. സ്മാഷായി പോകരുത്, വെന്ത് ഉടഞ്ഞു പോകരുത്, കറക്റ്റ് വേവാവണം. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നന്നായി അരക്കണം. തേങ്ങ അരഞ്ഞിട്ടില്ലെങ്കിൽ കറിൻ്റെ ടേസ്റ്റ് ആകെ പോവും. അപ്പം അതും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഗ്രേവി എത്ര വേണമെന്നനുസരിച്ച് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി കറി ഒന്ന് ചൂടായാൽ മതി. ഏകദേശം ഒന്ന് നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറി തൂമിച്ചെടുക്കാം. അപ്പോൾ തൂമിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം.
അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണിത്. താങ്ക് യു. ബൈ ബൈ.